കൊടിയേരി വനത്തിൽ നിലയുറപ്പിച്ച് ചുള്ളിക്കൊമ്പൻ 5-ാം ദിവസവും തിരച്ചിൽ നടത്തി വനംവകുപ്പ്. മേഖലയിലെ മഴ തിരച്ചിലിന് തടസ്സമാകുന്നു. കാലാവസ്ഥ പ്രതികൂലമായതോടെ ഡ്രോൺ പറത്തലും നിർത്തിവച്ചിരിക്കുകയാണ്. വനം RRTയും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തിരച്ചിലിൽ പങ്കെടുക്കുന്നില്ല. കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷനിലെ വനപാലകരാണ് കാലാവസ്ഥയും നോക്കാതെ തിരച്ചിൽ നടത്തുന്നത്. അക്രമകാരിയായ ചുള്ളിക്കൊമ്പനെ കണ്ടെത്താൻ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തുമ്പോഴും ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് ഇവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. മഴ തുടരുന്നതിനാൽ ആനയെ ഓടിക്കാൻ കൈവശമുള്ള പടക്കങ്ങൾ വരെ പൊട്ടുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്. നിലമ്പൂരിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ നിലമ്പൂരിൽ ജനപ്രതിനിധികളുടെയും ഉന്നത വനപാലകരുടെയും കർഷകരുടെയും സാന്നിധ്യത്തിൽ യോഗം ചേരണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. വനപാലകനെ ഉൾപ്പെടെ 25-ലേറെ പേരെ കാട്ടാനകൾ കൊലപ്പെടുത്തിയ സ്ഥലം കൂടിയാണ് നിലമ്പൂർ. കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ മരിച്ചവരും നിരവധി. സോളാർ വൈദ്യുത തൂക്കുവേലി ഉൾപ്പെടെ കാട്ടാനശല്യം തടയാൻ ഫലപ്രദമല്ലെന്ന് കണ്ടെത്തിക്കഴിഞ്ഞു. മൈലാടിപ്പാലം മുതൽ വടപുറം വരെ സ്ഥാപിച്ച സോളാർ വൈദ്യുത വേലികളും നിലമ്പൂർ MSP ക്യാമ്പിന്റെ പിൻഭാഗത്തെ മതിലും പൊളിച്ചത് ഇതിന് തെളിവാണ്. കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ ഉൾവനത്തിലേക്ക് കയറ്റിവിടാനാണ് നടപടി ഉണ്ടാകേണ്ടത്.